വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ ദ സോളിഡ് സ്റ്റേറ്റ് എന്ന ചാപ്റ്ററിനകത്തുള്ള പാക്കിംഗ് എഫിഷ്യൻസി എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾ വളരെ ക്ലോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്താലും ഈ പാർട്ടിക്കിൾസിന്റെ ഇടയ്ക്ക് കുറച്ച് ഫ്രീ സ്പേസസ് കാണും. ഈ ഫ്രീ സ്പേസസിനെയാണ് നമ്മൾ വോയിഡ്സ് എന്ന് പറയുന്നത്. സോളിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസ് ആറ്റംസ് ആകാം, മോളിക്യൂൾസ് ആകാം, അയോൺസ് ആകാം, ഏത് പാർട്ടിക്കിൾസ് ആണെങ്കിലും ഇതിനിങ്ങനെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്താലും ഇതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ ഫ്രീ സ്പേസസ് കാണും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 ഡയമെൻഷണൽ ആയിട്ട് എങ്ങനെയാണ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുന്നത്, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് എങ്ങനെ നമുക്ക് ഈ പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യാം, ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ ടൈപ്പ് 3 ഡയമെൻഷണൽ ക്രോസ് പാക്കിംഗ് വഴിയും നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് കിട്ടുന്നത്. ഈ ഡിഫറെന്റ് ടൈപ്പ് അറേഞ്ച്മെന്റ് വഴി അവിടെ ഉണ്ടാകുന്ന ഫ്രീ സ്പേസസും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ചില ടൈപ്പ് ക്രിസ്റ്റൽസിനകത്ത് ഈ പറഞ്ഞ വോയിഡ്സ് വളരെ കുറവായിരിക്കും. വേറെ ചില ക്രിസ്റ്റൽസിനെ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ചുകൂടി വോയിഡ്സ് കാണും. അതിനകത്ത് ഈ പാർട്ടിക്കിൾസ് എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് വെച്ചിട്ടാണ് ഈ ഫ്രീ സ്പേസസും വരുന്നത്. ഓക്കെ, അപ്പൊ സോളിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്താലും അതിനിടയ്ക്ക് ഈ ഫ്രീ സ്പേസ് വോയിഡ്സ് കാണും. പാക്കിംഗ് എഫിഷ്യൻസി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ദി പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദ പാർട്ടിക്കിൾ. അതായത് നമ്മുടെ സോളിഡ്സിനകത്ത് നമ്മുടെ യൂണിറ്റ് സെൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ഭാഗമാണ് ഈ പാർട്ടിക്കിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എത്ര ഭാഗമാണ് ഈ പാർട്ടിക്കിൾ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, അതിന്റെ പെർസെന്റേജിനെയാണ് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇപ്പൊ 50% ആണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ ടോട്ടൽ സ്പേസ് കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ പകുതി, ഹാഫ് പോർഷൻ മാത്രമാണ് ആ ഒരു പാർട്ടിക്കിൾസ് കാണുന്നത്. ബാക്കി പകുതി ഭാഗം അവിടെ ഫ്രീ സ്പേസസ് ആയിരിക്കും. അത് ഈ അറേഞ്ച്മെന്റ് ഓരോ പാർട്ടിക്കിളിന്റെ ഇടയ്ക്കുള്ള ഫ്രീ സ്പേസസ് വെച്ചിട്ടാണ് നമ്മൾ 50% ഫ്രീ സ്പേസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദ പാർട്ടിക്കിൾ. ഓക്കെ, പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് എഴുതാം. പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു വോളിയം occupied by the spheres. ഈ സ്പിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോളിഡ്സിനകത്ത് ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ സ്പിയേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വോളിയം occupied by the spheres in the unit cell divided by total volume of the unit cell into 100. നിങ്ങൾക്ക് ഈ എഴുതിയിരിക്കുന്നത് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കുക, ഈ ഇക്വേഷൻ ഉണ്ട്. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം occupied by the spheres in the unit cell. യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിളിനെയാണ് നമ്മൾ സ്പിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ഇൻറ്റു 100 ആണ് നമ്മുടെ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഓരോ യൂണിറ്റ് സെല്ലും എടുത്തിട്ട് അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ HCP ആൻഡ് CCP സ്ട്രക്ചർ ഇതിനെ കുറിച്ച് നോക്കാം. HCPക്കകത്തും CCPക്കകത്തും പാക്കിംഗ് എഫിഷ്യൻസി ഒരുപോലെയാണ്, അതായത് രണ്ടും ഈക്വലി എഫിഷ്യന്റ് ആണ്. ഇതിന്റെ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു HCP ആ ഒരു ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് വരുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയുടെ പാർട്ടിലേക്ക് പോവാം. നമുക്കറിയാം പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ആണ് വോളിയം occupied by the സ്പിയേഴ്സ്. ഇവിടെ നമ്മുടെ പാർട്ടിക്കിളിനെയാണ് നമ്മൾ സ്പിയേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമുക്കറിയാം ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ, യൂണിറ്റ് സെല്ലിനകത്തുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ വരുന്നത് 4 ആണ്. ഓക്കെ, നമ്മൾ യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിൾ എത്രയാണ് അതിന്റെ കാൽക്കുലേഷനെ കുറിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു പാർട്ട് നിങ്ങൾ കാണുക. നമ്മുടെ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണിത്. ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ വരുന്നത് 4 ആണ്. ഓക്കെ, അപ്പൊ
അപ്പൊ നമുക്ക് പറയാം 4 into ഒരു സ്പിയറിന്റെ വോളിയം. സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടോട്ടൽ വോളിയം ഓഫ് ദി സ്പിയേഴ്സ് എന്ന് പറയുന്നത്, സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4/3 പൈ ആർ ക്യൂബ് ആണ്. ഇവിടെ 4 സ്പിയേഴ്സ് ആണുള്ളത്, 4 പാർട്ടിക്കിൾ ആയതുകൊണ്ട് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ, ഇനി നമ്മുടെ യൂണിറ്റ് സെല്ല് കൺസിഡർ ചെയ്യാം. യൂണിറ്റ് സെല്ല് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലായി ഇതൊരു ക്യൂബ് ആണ്. അപ്പം ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം എ ക്യൂബ് ആണ്. ഓക്കെ, ടോട്ടൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ ദി യൂണിറ്റ് സെല്ല് നമുക്ക് എ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ഇവിടെ എയുടെ ടേംസിലാണ് കിടക്കുന്നത്. നമ്മുടെ യൂണിറ്റ് സെല്ലിനകത്തെ നമ്മുടെ ഈ ഒരു സൈഡിനെയാണ് നമ്മൾ എ എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് സെല്ലിനകത്ത് ഓരോ സൈഡും നമ്മൾ എ എന്ന് എടുത്തു. ഇനി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന സ്പിയറിന്റെ റേഡിയസ് ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇതാണ് നമ്മുടെ ആർ, റേഡിയസ്. ഓക്കെ, അപ്പൊ മുകളിലുള്ളത് നമ്മുടെ റേഡിയസിന്റെ ടേംസിലും താഴെ നമ്മുടെ എയുടെ ടേംസിലുമാണ് കിടക്കുന്നത്. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ആറിനെയും എയും കൂടെ ഇക്വേറ്റ് ചെയ്തുകൊണ്ടൊരു ഇക്വേഷൻ നമ്മൾ ഇതിനകത്തുനിന്ന് ഡിറൈവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ ഒരു പാർട്ടിലേക്ക് വരാം. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ ഇങ്ങനൊരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇത് ഇ, ഇത് ജി, ഇത് എച്ച്. ഇതുപോലെ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ ഒരു പാർട്ട് എച്ച് ജി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എ ആണ്, ആൻഡ് ഇ എച്ച് എന്ന് പറഞ്ഞാലും എ ആണ്. കാരണം നമ്മുടെ ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ സൈഡാണ് ഈ പറഞ്ഞ സാധനങ്ങൾ. ഈ പറഞ്ഞ എച്ച് ജിയും ഇ എച്ചും എ തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു പാർട്ടിനെ നമുക്കിവിടെ ബി എന്ന് വിളിക്കാം. ഓക്കെ, നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബി എന്ന് വിളിക്കാം. ഫസ്റ്റ് ഞാൻ എഴുതുന്ന ഇക്വേഷൻ നോക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ഹൈപ്പറ്റ്ന്യൂസ് ആണ്. therefore ഞാൻ എഴുതുകയാണ് ഇ ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഈ ഒരു സൈഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എച്ച് സ്ക്വയർ പ്ലസ് എച്ച് ജി സ്ക്വയർ. ഓക്കെ, പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ എഴുതാം. ഇതിനെ നമ്മൾ ബി എന്നാണ് ഇപ്പൊ വിളിച്ചിരിക്കുന്നത്. therefore ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2a സ്ക്വയർ ആണ്. therefore ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ. ഓക്കെ, therefore ബി ഇസ് ഈക്വൽ ടു, നമുക്ക് റൂട്ട് എടുക്കാം. റൂട്ട് എടുക്കുമ്പോൾ ഈ ഒരു പാർട്ട് റൂട്ട് 2a സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. അത് നമുക്ക് റൂട്ട് 2a എന്നെഴുതാം. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് ജസ്റ്റ് ഇതൊരു സോൾവ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നമുക്ക് ബിക്ക് റൂട്ട് 2a എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ സ്പിയർ ആണിത്. ഇതിന്റെ റേഡിയസ് ആണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന R. ഓക്കെ, നമ്മുടെ ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ടിക്കിൾസ് വരുന്നത് ഓരോ കോർണേഴ്സിലും വരും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിന്റെ സെന്ററിലും വരും. ഓക്കെ, അത് വെച്ചിട്ട് ഈ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു കോർണറിലുള്ള പാർട്ടിക്കിൾ ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇത് ഈ പറഞ്ഞ ഫേസിന്റെ ഇ എഫ് ജി എച്ച്, ഈ പറഞ്ഞ ഈ സൈഡിലത്തെ ഫേസിന്റെ നടുക്കുള്ള പാർട്ടിക്കിളിനെയാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും കോർണറിലുള്ള പാർട്ടിക്കിൾ, ഇതാ ഒരു സെന്ററിൽ, ആ ഫേസിന്റെ സെന്ററിലുള്ള പാർട്ടിക്കിൾ. ഇത് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സൈഡ് ഇത്രയും നമ്മുടെ റേഡിയസ് R ആണ്. ഈ ഒരു സ്പിയറിന്റെ സെന്ററിൽ മുതൽ ഇത് റേഡിയസ് R ആണ്. ഇതും റേഡിയസ് R ആണ്. ഇതും റേഡിയസ് R ആണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് നമ്മുടെ റേഡിയസ് ആണ്. റേഡിയസ് വെച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു സൈഡ് നമ്മൾ D എന്ന് കൺസിഡർ ചെയ്ത ഈ ഒരു സൈഡ് EG നമുക്ക് 4R എന്ന് കിട്ടും. ഓക്കെ, റേഡിയസിന്റെ ടേംസിൽ നമ്മൾ എഴുതുകയാണ്. ബി എന്ന് പറയുന്ന ഈ ഒരു സൈഡ്, അതായത് EG എന്ന് പറയുന്ന ഈ ഒരു സൈഡ് നമുക്ക് 4R എന്ന് കിട്ടും. R പ്ലസ് R പ്ലസ് R പ്ലസ് R. ഓക്കെ, അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എഴുതാം B is equal to 4R. ഓക്കെ, അപ്പൊ നമുക്ക് ബിക്ക് രണ്ട് വാല്യൂസ് കിട്ടി.
√2a എന്നും കിട്ടി, 4r എന്നും കിട്ടി. സോ നമുക്ക് ഇത് രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അതായത് 4r is equal to √2a. ഓക്കെ, ഇതിനകത്തു നമുക്ക് എക്ക് a is equal to എന്ന് പറഞ്ഞെഴുതാം. ഇതാണ് a is equal to √2 ഇപ്പുറത്ത് വരും. അതായത് 4r by √2. ഓക്കെ, √2ഉം 4 കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഇത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 into 2 എന്ന് എഴുതാം. 4നെ ഡിവൈഡഡ് ബൈ √2 ആണ്. 2വിനകത്ത് √2 into √2 ആണ് 2. ഓക്കെ, √2ഉം ഇതൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ √2 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ഇത് ആറാണ്, 2√2r. a is equal to 2√2r എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു ഈ ഇക്വേഷനകത്ത് ഇവിടെ ആറിന്റെ ടേംസിലും ഇവിടെ എയുടെ ടേംസിലുമാണ് കിടക്കുന്നത്. നമുക്ക് എയെ കൂടി ആറിന്റെ ടേംസിലോട്ട് കൊണ്ടുവരണം. therefore നമ്മുടെ എയുടെ വാല്യൂ നമുക്ക് കിട്ടി 2√2r. ഓക്കെ, ഇനി ഈ പറഞ്ഞ വാല്യൂ നമുക്ക് ഈ ഒരു ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ കിട്ടിയ എയുടെ വാല്യൂ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോ പാക്കിംഗ് എഫിഷ്യൻസി is equal to 4 into 4/3 pi r cube divided by a cube നമുക്ക് എയുടെ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2√2r the whole cube into 100. ഓക്കെ, then നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 4 4s are 16, 16/3 പൈയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 3.14 into r cube. ഇവിടെ നമുക്ക് 2 ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 8 കിട്ടും. √2ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് 2√2 കിട്ടും. ഓക്കെ, 2 ക്യൂബ് 8, √2ന്റെ ക്യൂബ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 2√2 കിട്ടും. അത് ചെയ്യുമ്പോൾ 8 into ഇവിടുത്തെ 8 നിങ്ങൾക്കത് ഞാൻ ചെയ്ത് കാണിക്കാം. 8 2√2 into r cube. ഓക്കെ, r ക്യൂബും r ക്യൂബും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 8 into 2 16 വരും. ഈ 16ഉം ഈ 16 കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ദെൻ നമുക്ക് കിട്ടുന്നത് 3.14. ഓക്കെ, ഇവിടെ 3.14 ഉണ്ട്. ആൻഡ് ഇവിടെ ബൈ 3 ഇവിടെ ഒരു 3 ഉണ്ട്. ദെൻ ഇവിടുത്തെ √2 മുകളിൽ ചെല്ലുമ്പോൾ √2. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നിങ്ങൾക്കറിയാം a by b by c by d നമ്മൾ എഴുതുന്നത് a by b into d by c എന്നാണ്. ആ ഒരു രീതിയിൽ വരുമ്പോൾ √2 ഇവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്കിനി √2ന്റെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, √2ന്റെ വാല്യൂ നിങ്ങൾക്കറിയാം 1.41 ആണ്. അതും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് 74% എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇൻറ്റു 100 ഉണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 74% എന്ന് ആൻസർ കിട്ടും. അതായത് HCP, CCP എന്നീ സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആയിട്ട് വരുന്ന 74% ആണ്. അതായത് 74% ആണ് നമ്മുടെ ഈ പറഞ്ഞ സോളിഡ്സിനകത്ത് പാർട്ടിക്കിളിന്റെ അറേഞ്ച്മെന്റ് വരുന്നത്. ബാക്കി പാർട്ട് വോയിഡ്സ് ആയിട്ടുമാണ് നിൽക്കുന്നത്, ഫ്രീ സ്പേസ് ആയിട്ടുമാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം HCP, CCPയുടെ കേസിൽ അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആയിട്ട് വരുന്നത് 74% ആണ്. ഈ ഒരു വാല്യൂ നിങ്ങൾ ഓർത്തു വയ്ക്കുക. നിങ്ങൾക്ക് ഇപ്പൊ 73 പോയിന്റ് സംതിങ് എന്നാണെങ്കിൽ ഇത് നമ്മളൊന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് 74% എന്ന് എഴുതുന്നത്. ഓക്കെ, നമുക്കിനി ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ച് നോക്കാം. ഓക്കെ, നമുക്കറിയാം പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓക്യുപൈഡ് ബൈ ദ സ്പിയേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ആണ്. ഇവിടെ നമുക്കറിയാം ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നത് 2 പാർട്ടിക്കിൾസ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. BCCക്കകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നത് 2 ആണ്. therefore 2 into ഇവിടെ സ്പിയറിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 4/3 pi r cube ആണ്. 4/3 pi r cube. ഓക്കെ, ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 8 ക്യൂബ് ആണ്.
എ ക്യൂബ് ഇൻറ്റു 100. ഓക്കെ, നമ്മുടെ ബി സി സിയുടെ കേസിൽ അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത് 2 into 4/3 pi r cube divided by a cube into 100. ഓക്കെ, ഇനി നമ്മൾക്ക് കഴിഞ്ഞ കേസിൽ ചെയ്തത് കൂടി തന്നെ ഇവിടെ നമ്മുടെ എയുടെ വാല്യൂ നമ്മുടെ ആറിന്റെ ടേംസിലേക്ക് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഇത് നമ്മുടെ ബി സി സിയുടെ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഫിഗർ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഇതിന്റെ ഓരോ കോർണേഴ്സിലും ഓരോ പാർട്ടിക്കിൾസ് വെച്ചിട്ടും അതുപോലെ തന്നെ ബോഡിയുടെ സെന്ററിലായിട്ട് ഒരു പാർട്ടിക്കിളുമാണ് വരുന്നത്. നമുക്കറിയാം ഓരോ കോർണറിലുമുള്ള പാർട്ടിക്കിൾ 1/8 വെച്ചിട്ടാണ് ഈ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞതായിരുന്നു കോർണേഴ്സിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആൻഡ് സെന്ററിലുള്ള പാർട്ടിക്കിൾ അത് വെച്ചിട്ടാണ് 2 പാർട്ടിക്കിൾ എന്ന് വരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ കഴിഞ്ഞ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്തത് കൂട്ട് നമുക്ക് ഇവിടെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇതാണ് ബി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ജി, ഈ ഒരു വാല്യൂ ആണ് ബി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കഴിഞ്ഞ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു ബിയെ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ബിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു ട്രയാങ്കിൾ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക. അതായത് ട്രയാങ്കിൾ ഇ എഫ് ജി കൺസിഡർ ചെയ്യുമ്പോൾ ഇ ജി എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ബി. അതെന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈപ്പട്നൂസ് ആണ്. therefore ഇ ജി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ എഫ് സ്ക്വയർ പ്ലസ് എഫ് ജി സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം ഇ ജി എന്ന് പറയുന്നത് ബി ആണ്. therefore ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇത് എ, ഇതും എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ നമുക്ക് കിട്ടും. അതായത് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ. ഓക്കെ, ആൻഡ് ബി ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം √2a സ്ക്വയർ, അതായത് √2a. ഓക്കെ, ബിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ രണ്ട് സൈഡ് നിങ്ങൾ എ ആയിട്ട് എടുക്കുക. ഇത് 90 ഡിഗ്രി ആണ്. therefore ഇത് ഹൈപ്പട്നൂസ് വരും. ബിയുടെ വാല്യൂ നമുക്ക് √2a എന്ന് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഡി ഇ, ഈ ഒരു സൈഡാണ് ഡി ഇ ആൻഡ് ജി. ഓക്കെ, ഡി ഇ ജി ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതായത് ഡി ഇ എന്ന് പറയുന്നത് ഈ ഒരു ഫ്രണ്ടിലത്തെ പ്ലെയിനിലുള്ള ഒരു സൈഡാണ്. ആൻഡ് ജി എന്ന് പറയുന്നത് ബാക്കിലത്തെ സൈഡിലുള്ള ഒരു കോർണറുമാണ്. ഓക്കെ, അത് വെച്ച് നമ്മൾ ഡി ഇ ജി ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഞാൻ ആ ട്രയാങ്കിൾ ആണ് ഈ വരയ്ക്കുന്നത്. ഡി ഇ ജി. ഓക്കെ, അപ്പം ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി വരും. ഓക്കെ, നമ്മുടെ ഇ ജി എന്ന് പറയുന്ന സൈഡ് നമ്മുടെ ബി ആണ്. ആൻഡ് ഡി ഇ എന്ന് പറയുന്ന സൈഡ് നമ്മുടെ എ ആണ്. ആൻഡ് ഈ പറഞ്ഞ ഡി ജി എന്ന് പറയുന്ന സൈഡിനെ ഞാനിവിടെ സി എന്ന് വിളിച്ചു. ഓക്കെ, അതായത് ഈ ഒരു സൈഡിൽ നിന്നും ഈ പറഞ്ഞ ഡി എന്ന് പറയുന്ന കോർണറിൽ നിന്നും ജി എന്ന് പറയുന്ന കോർണറിലേക്ക് വരച്ചിരിക്കുന്നതാണിത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ സി എന്ന് വിളിച്ചു. ഓക്കെ, ഈ സിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. സിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നേരത്തെ ചെയ്തുകൂട്ട് പൈതഗോറസ് തിയറം വെച്ചിട്ട് സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, ഈ സൈഡിന്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിന്റെ സ്ക്വയർ ആണ് നമ്മുടെ സി സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പട്നൂസ്. therefore സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് നമുക്കറിയാം ബി സ്ക്വയർ എന്ന് പറയുന്നത് 2a സ്ക്വയർ ആണ്. ഓക്കെ, ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2a സ്ക്വയർ. therefore 2a സ്ക്വയർ. സി സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് 3a സ്ക്വയർ എന്ന് കിട്ടും. 3a സ്ക്വയർ, അതായത് സി ഇസ് ഈക്വൽ ടു √3a സ്ക്വയർ ഇസ് ഈക്വൽ ടു √3a. ഓക്കെ, ഇവിടെ നമ്മുടെ സിയുടെ വാല്യൂ നമുക്ക് കിട്ടിയത് √3a. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി നേരത്തെ ചെയ്തതുപോലെ ഇവിടുത്തെ ഈ സ്പിയേഴ്സിന്റെ റേഡിയസ് ഒന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ഈ കൊടുത്തിരിക്കുന്ന റേഡിയസ് R ആണ്. ഞാൻ ഈ ഫിഗർ വരച്ചത് കൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കുക. ടെക്സ്റ്റിനകത്ത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് നോക്കുക.
ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്പിയറിന്റെ റേഡിയസ് ആണ്. ഇത് ഈ ഒരു സ്പിയറിന്റെ റേഡിയസ്, ഇത് റേഡിയസ് ആൻഡ് ഇതും റേഡിയസ് വരും. ഓക്കെ, അതായത് നമ്മുടെ സി എന്ന് പറയുന്നത് 4r എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, സി ഇസ് ഈക്വൽ ടു 4r. ഓക്കെ, നേരത്തെ നമുക്ക് സി ഇസ് ഈക്വൽ ടു √3a എന്ന് കിട്ടി. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് 4r ഇസ് ഈക്വൽ ടു √3a. ഓക്കെ, ഇവിടെ സിയുടെ വാല്യൂ നമുക്ക് 4r എന്ന് കിട്ടി. ജസ്റ്റ് ഈ സ്പിയേഴ്സിന്റെ റേഡിയസ് കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്ത് സിയുടെ വാല്യൂ നമുക്ക് √3a എന്ന് എഴുതാം. therefore √3a യും 4r കൂടെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് a യുടെ വാല്യൂ a ഈക്വൽ ടു √3 ഇവിടെ വന്ന് താഴെ വരും. ഓക്കെ, അതായത് 4/√3r. a യുടെ വാല്യൂ നമുക്ക് 4r/√3 എന്ന് കിട്ടും. ഓക്കെ, ആറിന്റെ ടേംസിൽ നമുക്ക് ഇവിടെ a കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാല്യൂ നമ്മുടെ ഈ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 2 into 4/3 pi r cube divided by a cube എന്നുള്ളിടത്ത് ഇതിന്റെ വാല്യൂ കൊടുക്കുക 4/√3 r cube into 100. Okay, 2 into 4 8/3 pi r cube by 4 ന്റെ ക്യൂബ് 64 by √3 യുടെ ക്യൂബ് 3√3 r cube into 100. ഓക്കെ, 8ഉം 64 കൂടെ കട്ട് ചെയ്യാം, നമുക്ക് 8 എന്ന് കിട്ടും. 3യും 3യും കൂടെ കട്ട് ചെയ്യാം, r ക്യൂബും r ക്യൂബും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം പൈയുടെ വാല്യൂ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √3 യുടെ വാല്യൂ 1.73 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ ആയിട്ട് 68% എന്ന് കിട്ടും. ഓക്കെ, അതായത് ഈ √3 എന്ന് പറയുന്നത് മുകളിൽ വരും. therefore പൈ ഇൻറ്റു √3/8. ഓക്കെ, അത് വരുന്നത് പൈ ഈ √3 മുകളിൽ വരും ഇൻറ്റു √3/8 ഇൻറ്റു 100 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 67.9 അങ്ങനെ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 68% നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആയിട്ട് വരുന്ന 68% ആണ്. അതായത് അതിന്റെ ഒരു യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ 68% അതിന്റെ പാർട്ടിക്കിൾ ആണ്, ബാക്കി പാർട്ടാണ് അതിന്റെ വോയിഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ BCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി 68%. നമുക്കിനി പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് ലാറ്റീസ് ഇതിനെ കുറിച്ച് നോക്കാം. നമുക്കറിയാം സിമ്പിൾ ക്യൂബിക് ലാറ്റീസിനകത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഓക്കെ, ഒരൊറ്റ പാർട്ടിക്കിൾ മാത്രമാണ് സിമ്പിൾ ക്യൂബിക് ലാറ്റീസിനകത്ത് ഉള്ളത്. ഓക്കെ, നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി എഴുതാം. പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു വോളിയം ഓക്യുപ്പൈഡ് ബൈ ദി സ്പിയേഴ്സ്. ഇവിടെ ഒരൊറ്റ പാർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, അതായത് ഒരൊറ്റ സ്പിയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 4/3 pi r cube. ഓക്കെ, 1 into 4/3 pi r cube എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ നമുക്ക് a cube എന്ന് എഴുതാം. ഇതിന്റെ ഒരു സൈഡ് നമ്മൾ a ആയിട്ടാണ് എടുത്തിരുന്നത്, ഓരോ സൈഡ്സും a ആണ്. ഓക്കെ, ഇൻറ്റു 100. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. ഇതൊരു സിമ്പിൾ ക്യൂബിക് ലാറ്റീസിന്റെ ഒരു യൂണിറ്റ് സെല്ലിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം സിമ്പിൾ ക്യൂബിക് ലാറ്റീസിനകത്ത് അതിന്റെ യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾസ് വരുന്നത് അതിന്റെ ഓരോ കോർണേഴ്സിലുമാണ്. ഓക്കെ, ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ കോർണറിലായിട്ടാണ് പാർട്ടിക്കിൾ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ രണ്ട് പാർട്ടിക്കിൾസിനെ ഇവിടെ കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ a മാറ്റിയിട്ട് ആറിന്റെ ടേംസിൽ വരണം. therefore നമുക്ക് ഈ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ടിക്കിളിന്റെ റേഡിയസ് ആണ് ഇത്. ഓക്കെ, ഈ ഒരു പാർട്ടിക്കിളിന്റെ റേഡിയസ് ആണ് ഇത്. therefore നമുക്ക് എഴുതാം a is equal to 2r. ഓക്കെ, നമ്മുടെ ഈ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 2r ആണ്.
ഓക്കെ, നമുക്കിനി എയുടെ ഈ ഒരു വാല്യൂ ഈ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ പാക്കിംഗ് എഫിഷ്യൻസി ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ ക്യൂബ് ബൈ എ ക്യൂബ്. എ ക്യൂബ് എന്ന് പറയുമ്പോൾ 2r ക്യൂബ് എന്ന് വരും. 2r ക്യൂബ് into 100. Okay, therefore 4/3 pi r cube by 2 ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 8 വരും and r cube into 100. r ക്യൂബും r ക്യൂബും കൂടെ കട്ട് ചെയ്തു പോകും. 4ഉം 8ഉം കട്ട് ചെയ്ത് ഇവിടെ 2 വരും. therefore നമുക്ക് pi by 3 into 6, 3 into 2 നമുക്ക് 6 എന്ന് വരും. ഓക്കെ, ഈ 2ഉം കൂടെ മുകളിലേക്ക് പോകുമ്പോൾ 3യുടെ കൂടെ വരും. therefore pi by 6 into 100 എന്ന് വരും. പൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം 3.14 ആണ്. അതിന്റെ വാല്യൂ കൂടെ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 52.36% എന്ന് കിട്ടും. അതായത് നമുക്ക് എഴുതാം 52.4%. ഓക്കെ, 52.4% എന്ന് കിട്ടും നമ്മുടെ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 കേസ് ഡിസ്കസ് ചെയ്തു. ഈ 3 കേസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും HCP ആൻഡ് CCPക്കകത്താണ് പാക്കിംഗ് എഫിഷ്യൻസി ഹൈ ആയിട്ട് വരുന്നത്. അതിന്റെ കേസിൽ 74% ആയിരുന്നു പാക്കിംഗ് എഫിഷ്യൻസി ആയിട്ട് വന്നത്. അതുപോലെ നമ്മൾ സെക്കൻഡ് കൺസിഡർ ചെയ്ത ബോഡി സെന്റേർഡ് ക്യൂബിക്കിനകത്ത് അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആയിട്ട് വന്നത് 68% ആയിരുന്നു. ആൻഡ് സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ വരുന്ന അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി 52.4% ആണ്. അപ്പൊ ഹൈ പാക്കിംഗ് എഫിഷ്യൻസി കാണിക്കുന്നത് HCP ആൻഡ് CCP ക്യൂബിക് സ്ട്രക്ചേഴ്സ് ആണ്. ഈ ഒരു കാര്യം മൈൻഡിൽ വെക്കാം. ബാക്കി പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.